ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പലയിടത്തും നമുക്ക് കൺഫ്യൂഷനുകൾ വരാറുണ്ട്. ഇവിടെ എങ്ങനെ പറയണം, ഇവിടെ ഏത് ഉപയോഗിക്കണം എന്നൊക്കെ. അങ്ങനെയുള്ള ക്ലാസ്സുകൾ 2 ദിവസമായി ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം നമുക്ക് ഇവിടെ പ്രധാനമായും 2 രീതിയിൽ, അതായത് ചില സന്ദർഭങ്ങളിൽ ഐ ആം ഗോയിങ് എന്ന് പറയുന്നു, ചിലയിടത്ത് നമ്മൾ ഐ വാസ് ഗോയിങ് എന്ന് പറയുന്നു, ചിലയിടത്ത് നമുക്ക് ഐ ഹാവ് ഗോൺ എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നെന്ന ഡൗട്ട് നമുക്ക് എപ്പോഴും വരാറുണ്ട് അല്ലേ? അപ്പം ഇന്നും നമുക്ക് അതുപോലെയുള്ള, അതായത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് നൽകുന്നത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന എക്സർസൈസുകൾ കമൻറ്റ് ചെയ്യാനും ഓർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് ഞാൻ പ്രധാനമായും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെയാണ് വാസൂർ വെയർ പ്ലസ് ING അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ING, ഇത് രണ്ടും ഏറെക്കുറെയല്ല, ഏകദേശം ഒരേ അർത്ഥമാണ് വരുന്നതെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഹാസ്, ഹാവ്, ഹാഡ് ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്ന് ഞാൻ മുമ്പ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീനും ഇതും നമ്മുടെ കണ്ടിന്യൂസ് ഫോംസും തമ്മിലൊരു ലിങ്ക് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക, എന്താണെന്ന് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ സ്കൂളിലേക്ക് ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ നമുക്ക് പറയാം ഐ വാസ് ഗോയിങ് ടു സ്കൂൾ എസ്റ്റർഡേ. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ പോവുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കണ്ടു എന്നൊക്കെ പറയാൻ വെച്ചോ. അപ്പം ഞാൻ ഇന്നലെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദേ വെയർ ഗോയിങ് ടു സ്കൂൾ എസ്റ്റർഡേ, ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മനസ്സിലാക്കുക, ടൈം റെഫറൻസ്, പാസ്റ്റ് ടൈം റെഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞ കാലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാസ് ഓർ വെയർ അല്ലെങ്കിൽ ഡിഡ് ഫോം ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയാം. അപ്പം ഇന്നലെ ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഐ വാസ് ഗോയിങ് എന്നത് ഉപയോഗിച്ചു. എന്നാൽ ഞാൻ പറയാണ് ഇന്നലെ അവൻ 2 മണിക്കൂറായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആദ്യം പറഞ്ഞതിനകത്ത് നമ്മൾ എന്താണ് ടൈം റെഫറൻസ്, അതായത് സമയം, ദിവസം റെഫർ ചെയ്ത് പറഞ്ഞെങ്കിലും നമ്മൾ ടൈം വെച്ചിട്ട് പറഞ്ഞില്ല. ഇപ്പോൾ അവൻ 2 ദിവസമായി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ല നമ്മൾ പറഞ്ഞത്, ഇന്നലെ അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ വ്യത്യാസം മനസ്സിലാക്കുക. ഇപ്പോൾ ആദ്യത്തത് ഇന്നലെ അവൻ അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഹി വാസ് ഗോയിങ് ടു സ്കൂൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു. എന്നാൽ 2 ദിവസമായി അവൻ അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വാസൂർ വെയർ മാറിയ ശേഷം അവിടെ ഐ ഹാഡ് ബീൻ അല്ലെങ്കിൽ ഹി ഹാഡ് ബീൻ ഗോയിങ് ദെയർ ഫോർ 2 days, 2 ദിവസമായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹാസ് ബീൻ, ഹൗ ബീൻ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാം. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി കഴിഞ്ഞ കാലത്ത് നടന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ വാസോർ വെയർ പ്ലസ് ING ഉപയോഗിക്കുന്ന അതേ സ്ഥലത്ത് ഒരു സമയത്തെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ ഇത്ര സമയമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ വാസോർ വെയറിന് പകരം നമ്മളവിടെ ഹാഡ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ING ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസമായി ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഐ ഹാഡ് ബീൻ ഗോയിങ് ടു സ്കൂൾ ഫോർ 2 days എന്ന് പറയേണ്ടതായി വരും. ഓക്കെ ആണോ? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഐ ആം ഗോയിങ് ടു സ്കൂൾ ഫോർ 2 hours, 2 മണിക്കൂറായി ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഐ ആം ഗോയിങ് മാറ്റി ഐ ഹാവ് ബീൻ, അവിടെ ആം ഗോയിങ് ചേർക്കുമ്പോൾ അത് തെറ്റാണ്. ഐ ഹാവ് ബീൻ ഗോയിങ് ടു സ്കൂൾ ഫോർ 2 hours എന്നാവുന്നു. ആ കാര്യം നമ്മൾ മറക്കരുത്. ഇത് തന്നെ മനസ്സിൽ വെച്ച്, അതായത് ഫോർ സിൻസ് മുതലായ
ടൈം റെഫറൻസ് ഉപയോഗിക്കുമ്പോൾ ആമീസർ അല്ലെങ്കിൽ വാസ് വെയർ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ആമീസർ പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കേണ്ടടുത്ത് ഹാസ് ഓർ ഹാവ് പ്ലസ് ഐ എൻ ജി ബീൻ പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുക. വാസ് ഓർ വെയർ ഉപയോഗിക്കേണ്ടടുത്ത് ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുക എന്ന തത്വം മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ അവൻ ഇന്നലെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹീ വാസ് ഹെൽപ്പിംഗ് ഹിസ് മദർ യെസ്റ്റർഡേ. എന്നാൽ അവൻ ഇന്നലെ ഞാൻ വരുമ്പോൾ അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഹി ഹാഡ് ബീൻ ഹെൽപ്പിംഗ് ഹിസ് മദർ വെൻ ഐ കെയിം ദെയർ. ഞാൻ അവിടെ വരുമ്പോൾ. അപ്പോൾ അവിടെ എന്തായി? അവിടെ ആ രണ്ടാമത് പറഞ്ഞ കാര്യത്തെ നമ്മൾ എടുത്ത് പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ അവിടെ വരുമ്പോൾ അത് ഡിഡ് ഫോമിലുമായി. എന്നാൽ ആ പറഞ്ഞ കാര്യം അവിടെ ഒരു ടൈം റെഫറൻസ് ഉണ്ട്. സിൻസും ഫോറും ഇല്ലെങ്കിൽ തന്നെയും അവിടെ ഒരു ടൈം റെഫറൻസ് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഞാൻ വരുമ്പോൾ എന്നത് അവിടുത്തെ ടൈം റെഫറൻസ് ആണ്. അപ്പം ഹി ഹാഡ് ബീൻ ഹെൽപ്പിംഗ് ഹിസ് മദർ വെൻ ഐ കെയിം ദെയർ. ഓക്കെ. അതുപോലെ ഇപ്പം പറയാണ് അവൾ. അപ്പം ഇതിങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. അവൾ സ്കൂളിൽ പോവുകയാണെന്ന് പറയുമ്പോൾ ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ. അവൾ 2 മണിക്കൂറായി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം ഷീ ഹാസ് ബീൻ ഗോയിങ് ടു സ്കൂൾ ഫോർ 2 hours. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പം ഐ വാസ് സ്റ്റഡിങ് അപ്പോൾ എന്നാണെങ്കിൽ ഐ വാസ് സ്റ്റഡിങ് ദെൻ. എന്നാൽ ഞാൻ 2 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഹാഡ് ബീൻ സ്റ്റഡിങ് for 2 hours. അപ്പോൾ ഈ 2 വ്യത്യാസങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആമീസർ പ്ലസ് ഐ എൻ ജി എന്ന് വരുന്നിടത്ത് ഹാസ് ഓർ ഫോർ ഓർ സിൻസ് ഉപയോഗിക്കേണ്ടപ്പോൾ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുക. വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നിടത്ത് സിൻസ് ഓർ ഫോർ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൈം റെഫറൻസ് കാണിക്കുമ്പോൾ ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഉള്ള നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളെ പറ്റി അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ 10 വർഷമായി ആ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 10 വർഷമായി ആ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, 1984 മുതൽ അവൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1984 മുതൽ അവൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇന്നലെ അവൻ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജിയും ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജിയും ചേർത്ത് എഴുതേണ്ടത് എവിടേക്കാണെന്ന് ശ്രദ്ധിക്കുക. ശേഷം അത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.